പ്രിയമിത്രങ്ങളെ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. ഞാൻ ടോണി. ടോണി കുരിശെങ്കലല്ല കേട്ടോ, ടോണി സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ എന്നത് അപ്പന്റെ പേരാ. തിരുവല്ലയിലാണ് താമസിക്കുന്നത്. ഡിഗ്രി ലാസ്റ്റ് ഇയറിന് പഠിക്കുന്നു. എന്നെ കാണാനും സുന്ദരനാണ്. വീട്ടിൽ നല്ല സാമ്പത്തികവുമുണ്ട്. അപ്പന് റബ്ബറിന്റെ ബിസിനസ്സാണ്. കുറെ റബ്ബർ തോട്ടമൊക്കെ ഉണ്ട് വീട്ടിൽ. പിന്നെ പഠിത്തക്കാര്യത്തിൽ ഞാൻ ഒന്നാമനാണ്. അതുകൊണ്ട് ടീച്ചർമാർക്കെല്ലാം എന്നെ വലിയ കാര്യമാണ്. അങ്ങനെ പഠിത്തവും പണവും കൂടി ആയപ്പോൾ ഞാൻ കോളേജിൽ ഒരു ഹീറോ ആയി മാറി. കോളേജിൽ ബയോളജി പഠിപ്പിക്കുന്നത് റീന ടീച്ചറായിരുന്നു. കോളേജിലെ ക്രിക്കറ്റ് ടീമിൽ ഞാൻ അംഗമായിരുന്നു. എന്റെ ക്രിക്കറ്റ് പ്രാക്ടീസ് കാണാൻ റീന ടീച്ചർ എന്നും വരും. എന്റെ ഒരു മാമന്റെ മകൾ ഷീബ റീന ടീച്ചറിന്റെ ക്ലാസ്സിലായിരുന്നു പഠിച്ചത്. ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു, റീന ടീച്ചർ എന്റെ കാര്യങ്ങളൊക്കെ അവളോട് ചോദിച്ചെന്ന്. എന്നെ പല പ്രാവശ്യം അവളുടെ കൂടെ റീന ടീച്ചർ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ലൈനാണെന്ന് അവർക്ക് തോന്നിയത് പോലും. അവൾ പറഞ്ഞപ്പോഴാ അവർക്ക് കാര്യം മനസ്സിലായതെന്ന്. ഇതൊക്കെ അവൾ എന്നോട് പറഞ്ഞു. റീന ടീച്ചർക്ക് എന്നോടുള്ള താല്പര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. റീനയ്ക്ക് ഒരു 10-27 വയസ്സ് പ്രായം വരും. വിവാഹിതയാണ്. ഭർത്താവ് ഗൾഫിലാണ്. കുട്ടികളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞു കേട്ടത്. മാമന്റെ മകൾ ഷീബ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ റീന ടീച്ചറെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. ക്രിക്കറ്റ് കളിക്കാൻ വരുമ്പോൾ ഞാൻ റീന ടീച്ചറെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നു. അത് അവർ കാണുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഞാൻ റീന ടീച്ചർ ഇരുന്ന് ഗ്യാലറിയിലോട്ട് ചെന്നു. ഹായ് ടീച്ചർ. ഞാൻ വിഷ് ചെയ്തിട്ട് അവിടെ ഇരുന്നു. ഹായ്, റീന ടീച്ചർ പറഞ്ഞു. ഷീബ പറഞ്ഞായിരുന്നു ടീച്ചറിന്റെ കാര്യം. ഞാൻ ചുമ്മാ കൂളായിട്ട് പറഞ്ഞു. റീന ടീച്ചർ ഒന്ന് ചമ്മി. എന്തേലും കാര്യമുണ്ടായിരുന്നോ ടീച്ചർ? എന്റെ അടുത്ത ചോദ്യം കേട്ട് ടീച്ചർ ഒന്ന് ഞെട്ടി. അല്ല, അത് പിന്നെ. ടീച്ചർ ഒന്ന് പതറി. ഞാൻ അങ്ങോട്ട് വരുമെന്നോ നേരെ ഇങ്ങനെ ചോദിക്കുമെന്നോ ടീച്ചർ പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോൾ പെട്ടെന്നായതുകൊണ്ട് ഒരു ഉത്തരം കിട്ടിയില്ല. അല്ല ടോണി, ഞാൻ ഷീബയുടെ കൂടെ നിന്നെ കണ്ടപ്പോൾ റീന പകുതിയിൽ നിർത്തി. അത് ശരി, കാമുകനാണെന്ന് ഓർത്തായിരിക്കും ഇല്ലേ? ഞാൻ ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. അതെ, റീന ടീച്ചർ ചമ്മിയ ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സംഭവം അതൊന്നുമല്ലെന്ന് എനിക്ക് പണ്ടേ മനസ്സിലായി. അത് വിട്ടുപിടി ടീച്ചറെ. ഞാൻ കുറെ പെൺപിള്ളേരെ കണ്ടിട്ടുണ്ട്. ടീച്ചറിനെ പോലെ പല ടീച്ചർമാരെയും കണ്ടിട്ടുണ്ട്. ഞാൻ പതിയെ പറഞ്ഞിട്ട് ഗ്രൗണ്ടിലോട്ട് പോയി. പിറ്റേ ദിവസം വൈകിട്ട് ഞാൻ കളിക്കാൻ ഇറങ്ങിയില്ല. കുറച്ചു മാറി ഒരു മരത്തിന്റെ ചുവട്ടിൽ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു. എന്റെ അടുത്ത് വന്ന് നിന്നത് റീന ടീച്ചറാണെന്ന് അല്പം കഴിഞ്ഞാണ് ഞാൻ കണ്ടത്. ടീച്ചർ എന്റെ അടുത്തിരുന്നിട്ട് ചോദിച്ചു, ടോണി എന്താ കളിക്കാൻ പോയില്ലേ? ഇല്ല ടീച്ചർ, ഒരു മൂഡില്ലായിരുന്നു. ഞാൻ പറഞ്ഞു. അതെന്ത് പറ്റി മൂഡ് പോകാൻ? ടീച്ചർ ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ ടീച്ചറിന്റെ ആ പല്ല് കണ്ട് എനിക്ക് ചിരി വന്നു. എന്താടാ ചിരിക്കുന്നേ? ടീച്ചർ ചോദിച്ചു. ഞാനൊരു കാര്യം ഓർത്ത് ചിരിച്ചതാ, ഞാൻ പറഞ്ഞു. എന്താടാ പറയടാ? ടീച്ചർ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഞാൻ പറഞ്ഞു. എന്താടാ പറയടാ? ടീച്ചർ വീണ്ടും ചോദിച്ചു. അല്ല ടീച്ചർ, അത് ആ പല്ല്, ടീച്ചറിന്റെ പല്ലുണ്ടല്ലോ, അത് നടി മീനയുടെ പോലെയാണെന്ന് തോന്നി. അതോർത്തപ്പോ ചിരിച്ചതാ, ഞാൻ പറഞ്ഞു. ഓ, അവളൊക്കെ എവിടെ, നമ്മളൊക്കെ എവിടെ? ടീച്ചർ പറഞ്ഞു. ഏയ്, ടീച്ചറും അവളെ പോലെ നല്ലൊരു പീസ് തന്നെ. ഞാൻ മനഃപൂർവ്വമാണ് അത് പറഞ്ഞത്. എന്താ പറഞ്ഞേ? ടീച്ചർ ചോദിച്ചു. അയ്യോ സോറി ടീച്ചർ, അറിയാതെ പറഞ്ഞു പോയതാ. ഞാനൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. സുന്ദരിയാണെന്നായിരുന്നു പറയാൻ വന്നത്. പറഞ്ഞപ്പോൾ അങ്ങനെയായി പോയി. സോറി ടീച്ചർ. ഞാൻ നല്ല അഭിനയം കാഴ്ചവെച്ചു. അതിന് ഞാൻ അത്ര സുന്ദരിയാണോ? ടീച്ചർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ടീച്ചറിന്റെ ആ ചുവന്ന ചുണ്ടുകൾ കണ്ട് എന്റെ പാന്റിന്റെ ഫ്രണ്ട് വശം കൂടാരം കെട്ടാൻ തുടങ്ങി. അപ്പോൾ ചെറുതായി വീശിയ കാറ്റിൽ ടീച്ചറിന്റെ ആ ഉണങ്ങിയ മുടിയിഴകൾ പാറിപ്പറന്ന് എന്റെ മുഖത്തേക്ക് വീണു. മുഖത്തുരസി കടന്നുപോയ ആ മുടിയിഴകളിൽ നിന്നും നല്ലൊരു സുഗന്ധം മൂക്കിലടിച്ചു കയറി. ഞാനത് മൂക്കിലേക്ക് കൂടുതൽ വലിച്ചു കയറ്റിക്കൊണ്ട് ചിരിച്ചു. അതുകൊണ്ട് റീന ടീച്ചർ ചോദിച്ചു, എന്താടാ ഇത്ര വലിച്ചു കയറ്റാൻ? ടീച്ചറിന്റെ മുടിക്ക് ടീച്ചറിന്റെ അതേ മണം. ഓ പിന്നെ, അതെന്റെ മുടിയിലെ ഷാമ്പുവിന്റെ മണമാ. എന്റെ മണം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ ദേഹത്ത് മണക്കണം. ടീച്ചർ വശ്യമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്പടി വന്നു മണത്തോളാൻ പറയുക. നോക്കാം, ഞാൻ വിചാരിച്ചു. എന്താടാ ഓർക്കുന്നേ? ടീച്ചർ വീണ്ടും ചോദിച്ചു. അല്ല, ടീച്ചറിന്റെ മണമൊന്ന് നോക്കിയാലോ എന്ന്
ഞാൻ മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എടാ എടാ വേണ്ട, വല്ലവരും കാണും. റീന എന്റെ തോളിൽ പിടിച്ച് തള്ളി. അപ്പോൾ കണ്ടാലേ ഉള്ളൂ കുഴപ്പം, കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അയ്യേ ഒന്ന് പോടാ. റീന ടീച്ചർ അത് പറഞ്ഞപ്പോൾ അവരുടെ മുഖം അല്പം ചുവന്ന് തുടുത്തിരുന്നു. ന്യൂ ഇയർ അല്ലേ വരുന്നത് ടീച്ചറെ, എന്താടാ നിനക്ക് പ്രോഗ്രാം വല്ലതും ഉണ്ടോ? കമ്പനി കൂടി അടിച്ചു പൊളിക്കുമായിരിക്കും, ടീച്ചർ ചോദിച്ചു. അത് പിന്നെ പറയണോ ടീച്ചർ, ഞാൻ പറഞ്ഞു. എന്തായിരിക്കും പൊളിക്കുന്നത്? ടീച്ചർ വശ്യമായിട്ടാണ് ചോദിച്ചത്. പോകുന്നത് എങ്ങോട്ടാണ് എന്നെനിക്ക് മനസ്സിലായി. അത്യാവശ്യം തിന്നാൻ മാത്രമുണ്ട്. അപാര ബാക്ക് തന്നെ. ഒന്ന് അടിച്ചു പൊളിക്കാനുണ്ട്. ഒന്ന് നോക്കിയേക്കാം, ഞാൻ മനസ്സിലോർത്തു. അത് പിന്നെ പൊളിക്കാൻ കിട്ടിയാൽ എന്തും പൊളിക്കും ടീച്ചർ. പൊളിയാത്തതേ നീ പൊളിക്കത്തുള്ളോ? മീന ടീച്ചർ ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചത്. ഓ അങ്ങനെയൊന്നുമില്ല, അധികം പൊളിയാത്തതാണേൽ നോക്കാം, ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ളതും കിട്ടാനുണ്ട്, ആരും കാണുന്നില്ലല്ലോ, മീന ടീച്ചർ പറഞ്ഞു. അതെവിടെ? ഞാൻ ചോദിച്ചു. അതൊക്കെ ഉണ്ടടാ, നീ നോക്കിയാൽ കാണാം, ടീച്ചർ വീണ്ടും പറഞ്ഞു. ആ ടീച്ചറിന് എന്താ ന്യൂ ഇയർ പരിപാടി? ഞാൻ ചോദിച്ചു. ഓ നമുക്കെന്ത് പരിപാടിയാടാ, കെട്ടിയവൻ ഇവിടെ ഇല്ല, പിന്നെ എന്ത് പരിപാടി, ടീച്ചർ പറഞ്ഞു. ടീച്ചറിന് വേണേ ഞാനൊരു കമ്പനി തരാം, ഞാൻ പറഞ്ഞു. അതിന് നിനക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പരിപാടി ഇല്ലേ, ടീച്ചർ ചോദിച്ചു. ഒന്ന് ഓടിപ്പോയിട്ട് പരിപാടിക്കൊന്നും നിൽക്കാതെ ഞാനങ്ങ് വന്നേക്കാം ടീച്ചറെ. പരിപാടിയൊക്കെ അവിടെ വന്നിട്ടാട്ടെ ടീച്ചർ, ഞാൻ പറഞ്ഞു. ആരേലും അറിയുവോടാ, ടീച്ചർ വീണ്ടും ചോദിച്ചു. എവിടുന്ന്? ടീച്ചർ പേടിക്കണ്ട, ഞാനൊരു 11 മണി കഴിയുമ്പോൾ വന്നേക്കാം. ഒരു കുപ്പി വൈൻ മേടിച്ചു വച്ചേരെ, ഞാൻ പറഞ്ഞു. ഓക്കെ എന്നാ ഞാൻ പോട്ടെ, ടീച്ചർ പറഞ്ഞു. എന്നാൽ പോ ടീച്ചറെ, ഞാൻ തിരിച്ചു പറഞ്ഞു. മീന ടീച്ചർ ചിരിച്ചുകൊണ്ട് പോയി. ടീച്ചർ താമസിക്കുന്നത് എവിടെയാണെന്ന് എനിക്ക് ടീച്ചർ പറഞ്ഞു തന്നിരുന്നു. അങ്ങനെ ഡിസംബർ 31 രാത്രി കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് അധികമൊന്നും വെള്ളമടിക്കാൻ നിന്നില്ല. കുറച്ച് ഗസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് കൂടുതൽ അടിക്കുന്നില്ല എന്നും പറഞ്ഞ് ഞാൻ നേരത്തെ ഇങ്ങി പോന്നു. ടീച്ചറിന്റെ ഗേറ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ബൈക്ക് അകത്തോട്ട് കയറ്റി വെച്ചിട്ട് ബെല്ലടിക്കുന്നതിന് മുമ്പ് ഡോർ തുറന്ന് ടീച്ചർ ഇറങ്ങി വന്നു. വേഗം കയറിപ്പോരെ, ടീച്ചർ പറഞ്ഞു. ഞാൻ അകത്തോട്ട് കയറിയപ്പോൾ ടീച്ചർ പെട്ടെന്ന് ഡോർ അടച്ചിട്ട് തിരിഞ്ഞു. റൂമിലാകെ ഇരുട്ട്. പെട്ടെന്ന് ലൈറ്റ് ഓണാക്കി. ടീച്ചറിന്റെ വേഷം കണ്ട് ഞാനൊന്ന് ഞെട്ടി. ഒരു ബ്ലാക്ക് ഗൗണ്. ഞാനൊന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ടീച്ചർ അല്പം നാണിച്ച് ചിരിച്ചു. വാടാ, ടീച്ചർ വിളിച്ചു. ഇരിക്കേ, ടീച്ചർ പറഞ്ഞപ്പോൾ ഞാൻ സോഫയിലിരുന്നു. എന്താടാ ഈ നോക്കുന്നത്? ടീച്ചർ അങ്ങ് തകർത്തല്ലോ. എന്ത്? ടീച്ചർ ചോദിച്ചു. ഞാൻ പാൻറിന്റെ പുറത്തുകൂടെ തഴുകിക്കൊണ്ട് പറഞ്ഞു. എടാ ഞാൻ നിന്റെ ടീച്ചറാണ്. എന്നെ പഠിപ്പിക്കുന്നില്ലല്ലോ, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും ഞാൻ ആ കോളേജിലെ ടീച്ചറല്ലേടാ. എന്റെ ടീച്ചറെ അതുകൊണ്ട് ചരക്കല്ലാതാകുമോ, ഞാൻ ചോദിച്ചു. എന്താടാ പറഞ്ഞേ? ടീച്ചർ അല്പം ദേഷ്യത്തോടാണ് ചോദിച്ചത്. ഉള്ളതല്ലേ പറഞ്ഞുള്ളൂ, ടീച്ചർ ഒരു അടിപൊളി ചരക്ക് തന്നെയെന്ന് ഞാൻ വീണ്ടും പറഞ്ഞു. ഞാൻ നിന്നോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്, ടീച്ചർ പറഞ്ഞു. അതിങ്ങി തരാൻ മറക്കല്ലേ ടീച്ചറെ. ഉവേ തരാം, ടീച്ചർ വീണ്ടും പറഞ്ഞു. വൈൻ വാങ്ങി വെച്ചായിരുന്നോ ടീച്ചറെ? പിന്നെ വാങ്ങാതെ, നിന്റെ ഇഷ്ടമല്ലേ. ടീച്ചർ തിരിച്ചു വന്നത് ഒരു കുപ്പി വൈനും കൊണ്ടായിരുന്നു. 2 ഗ്ലാസുകളിലേക്കായി ഒഴിച്ചുകൊണ്ട് ടീച്ചർ ചോദിച്ചു. നീ നല്ലപോലെ വെള്ളം അടിക്കുമോടാ? ഓ അത്യാവശ്യം കഴിക്കും. തേനാ കൂടുതൽ ഇഷ്ടം, ഞാൻ ഗ്ലാസ് കയ്യിലെടുത്തത് കൊണ്ട് പറഞ്ഞു. നീ തേൻ കുറെ കുടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ടീച്ചർ പറഞ്ഞു. അപ്പോൾ ചിയേഴ്സ്, ഞാൻ ടീച്ചറിന്റെ ഗ്ലാസ്സിൽ മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു. ചിയേഴ്സ്, ടീച്ചറും പറഞ്ഞു. ടീച്ചർ കൊതിയോടെ എന്നെ നോക്കി കുടിച്ചുകൊണ്ടിരുന്നു. എന്താ ടീച്ചറെ നോക്കുന്നത്, ഞാൻ ചോദിച്ചു. നീ എന്താടാ കുടിക്കാത്തത്, ടീച്ചർ എന്റെ ഗ്ലാസ്സിലേക്ക് നോക്കി ചോദിച്ചു. എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടം തേൻ കുടിക്കുന്നതാ. ടീച്ചർക്ക് കാര്യം മനസ്സിലായി. എന്നാൽ കുടിച്ചോ, ടീച്ചർ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ കയ്യിലിരുന്ന ഗ്ലാസ് താഴെ വെച്ചിട്ട് ഒന്ന് ചിരിച്ചു. ടീച്ചറും ഒന്ന് ചിരിച്ചു. ടീച്ചറിന്റെ ആ ചിരിയിൽ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ മുഖത്ത് കാമത്തിന്റെ പൂത്തിരികൾ കത്തി. ടീച്ചർ പതുക്കെ റൂമിലേക്ക് നടന്നു. തൊട്ടുപുറകെ ഞാനും. കുറെ കാലത്തിന് ശേഷമായിരുന്നു ഇങ്ങനെ ഒരു ആകാശത്തെ കയ്യിൽ കിട്ടിയത്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു. എന്നിട്ട് ടീച്ചറുടെ അടുത്ത് ചോദിച്ചു, എങ്ങനുണ്ട് ടീച്ചർ? ഒരു ചെറു ചിരിയോടെ പറഞ്ഞു, സൂപ്പർ ഡാ മോനെ, സൂപ്പർ, നിന്നെ സമ്മതിച്ചു.